ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങാനായല്ലേ? എന്തായി, എല്ലാ കൂട്ടുകാരും പഠിച്ചു തുടങ്ങിയോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVSൻ്റെ ക്രിസ്മസ് എക്സാം 2025 ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ്. പഠിച്ചു കഴിഞ്ഞ കൂട്ടുകാർക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കാനും, അതുപോലെ പഠിക്കാത്ത കൂട്ടുകാർക്ക് ഇതൊന്ന് കണ്ടിട്ട് അതിലെ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ളതുമെല്ലാം പഠിക്കാനുമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത എല്ലാ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരും അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ തന്നെ നിങ്ങളുടെ മലയാളത്തിൻ്റെയും അതുപോലെ ഇംഗ്ലീഷിൻ്റെയും അതുപോലെ മാത്സിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസ് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 3 ക്രിസ്മസ് എക്സാം 2025 എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും ഉണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരെല്ലാവരും വന്ന് പോയിട്ട് ആ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVSൻ്റെ ക്രിസ്മസ് എക്സാം 2025 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം. അതുപോലെ നെയിം ഓഫ് ദ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും അതുപോലെ ഡിവിഷനും എഴുതണം. പിന്നെ ടീച്ചറിൻ്റെയും പാരൻറ്റിൻ്റെയും സൈനൊക്കെ ചെയ്യാനാണ്, അതൊക്കെ അവർ നോക്കിക്കോളും. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസും അതിൽ നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡും ഓവറോൾ ഗ്രേഡും എഴുതാനുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് മൊത്തം 6 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് 15 മിനിറ്റ്സ് വിൽ ബി കൂൾ ഓഫ് ടൈം. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. ആ സമയത്ത് കൂട്ടുകാരെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ആക്ടിവിറ്റീസും നന്നായി വായിച്ചു നോക്കുക. കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ഏതാണ് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള സമയമാണ് ഫസ്റ്റത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസേഴ്സ് ഫോർ എനി 5 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 1 to 6. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 1 മുതൽ 6 വരെയാണ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരിക്കുക. അതിൽ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന 5 ആക്ടിവിറ്റീസിന് ഉത്തരം എഴുതിയാൽ മതി. ഒരെണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആൻസർ ഓൾ ദ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെലക്റ്റഡ് ആക്ടിവിറ്റീസ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആക്ടിവിറ്റി 1 ആണ് എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ അതിലെ ABCD എന്ന് പറയുന്ന സബ് ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾ എഴുതണം കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, ഗുഡ്നെസ് ഓഫ് ക്ലീനിനെസ്. A question, Anu and her friends are preparing a chart on personal hygiene for school science fair. അപ്പോൾ എന്താണ് സ്കൂൾ സയൻസ് ഫെയറിൻ്റെ ഭാഗമായിട്ട് പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ടുള്ള ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാണ് അനുവും അവളുടെ ഫ്രണ്ട്സും. കംപ്ലീറ്റ് ദ ചാർട്ട് ഇൻക്ലൂഡിങ് യുവർ സജഷൻസ്. അപ്പോൾ നമ്മുടെ സജഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹെഡിങ് ആയിട്ട് തന്നിട്ടുണ്ട് ഗുഡ്നെസ് ഇൻ ക്ലീനിനെസ് എന്ന്. അതിലെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നും ശേഷവും കൈകൾ നന്നായി കഴുകുക എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. ഇനി നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ 3 പോയിന്റാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ 4 എണ്ണം പറയുന്നുണ്ട്. കൂട്ടുകാർക്ക് അറിയാവുന്ന 3 പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. ടേക്ക് ബാത്ത് എവ്രി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. ബ്രഷ് യുവർ ടീത്ത് ഡെയിലി. എല്ലാ ദിവസവും നിങ്ങളുടെ ടീത്ത് ബ്രഷ് ചെയ്യുക. വിയർ ക്ലീൻ ക്ലോത്ത്സ്. നല്ല ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കട്ട് യുവർ നെയിൽസ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ നഖങ്ങൾ മുറിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലീനിനെസ്സിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി കൂട്ടുകാർക്ക് ഏതെങ്കിലും അറിയുമെങ്കിൽ കൂട്ടുകാർക്ക് അറിയാവുന്നത് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് അതിലെ B ക്വസ്റ്റ്യൻ, ഡിഡ് യു നോട്ടീസ് ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർക്ക്. ഈ പാർക്കിന് മുൻപിലുള്ള നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ബേൺഡ് ഓർ ത്രോൺ എവേ. വൈ? പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ ദൂരെ എറിയുകയോ അല്ലെങ്കിൽ അത് കത്തിച്ച് കളയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കിഡ്സ് പാർക്കിൻ്റെ ഒരു ഇതാണല്ലോ അവിടെ തന്നിട്ടുള്ളത്. ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാർ അങ്ങനെ പറയുന്നത്? ആൻസർ ഈസ് പോയിന്റ് ആയിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ഞാനിവിടെ 4 പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ബേണിംഗ് പ്ലാസ്റ്റിക് ക്രിയേറ്റ് ഡേർട്ടി സ്മോക്ക്. അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം നമുക്ക് ഡേർട്ടി ആയിട്ടുള്ള ശ്വസിക്കാൻ പറ്റാത്ത സ്മോക്കുകൾ ഉണ്ടാവും. ത്രോവിങ് പ്ലാസ്റ്റിക് ഓൺ ദ ഗ്രൗണ്ട് ഹാംസ് എനിമൽസ്. അപ്പോൾ ഗ്രൗണ്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് എറിയുന്നത്
ആനിമൽസിനൊക്കെ ദോഷകരമാണ്. പൊല്യൂട്ട്സ് ദ സോയിൽ, നമ്മുടെ മണ്ണിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ഡസ് നോട്ട് റോട്ട് ഈസിലി, പ്ലാസ്റ്റിക് നമ്മുടെ മണ്ണിൽ പെട്ടെന്നൊന്നും ഇങ്ങനെ ദഹിക്കില്ല അല്ലെ, മണ്ണിനോട് അലിഞ്ഞു ചേരില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മളോട് പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കരുതെന്നോ അല്ലെങ്കിൽ അത് ഗ്രൗണ്ടിലേക്കൊന്നും വലിച്ചെറിയരുതെന്നോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഡിസീസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്. മോസ്കിറ്റോസ് മൂലമുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെഴുതാനാണ് പറയുന്നത്. അതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ജോണ്ടിസ്, ബി കോളറ, സി എലിഫന്റിയാസിസ് ആൻഡ് ഡി ടൈഫോയിഡ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ സി എലിഫന്റിയാസിസ്. എലിഫന്റിയാസിസ് എന്ന് പറഞ്ഞാൽ മന്ദരോഗമാണ് കേട്ടോ. അതാണ് മോസ്കിറ്റോസ് മൂലം നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 സോയിൽ കൺസർവേഷൻ. അവിടെ മണ്ണിര എന്താണ് പറയുന്നത്, അതായത് എർത്ത് വേം എന്താണ് പറയുന്നത്? ഐ എം ഓൾവേസ് ഇൻ ദ സോയിൽ, ഞാൻ എപ്പോഴും മണ്ണിലാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അതിലെ എ ക്വസ്റ്റ്യൻ, ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദ എർത്ത് വേം സൈഡ്. അപ്പോൾ എർത്ത് വേം എന്താണ് പറഞ്ഞത് എന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചോ? നോട്ട് ഓൺലി എർത്ത് വേംസ് ബട്ട് ഓൾസോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം ദ സോയിൽ. അപ്പോൾ എർത്ത് വേംസിന് മാത്രമല്ല നമുക്കും, അതായത് ഹ്യൂമൻ ബീങ്സിനും അതുപോലെയുള്ള മറ്റ് ക്രിയേച്ചേഴ്സിനും ഒക്കെ സോയിലിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് അല്ലേ. വാട്ട് ആർ ദോർ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് ആ ഒരു ബെനിഫിറ്റ്സ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രിയേച്ചേഴ്സ്, ക്രിയേച്ചേഴ്സിൻ്റെ വാസസ്ഥലമാണ് അല്ലേ സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോയിൽ ഹെൽപ്സ് പ്ലാന്റ് ടു ഗ്രോ, അപ്പോൾ പ്ലാന്റ്സിനെ എല്ലാം ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സോയിലാണ്. നെക്സ്റ്റ് സോയിൽ ഹോൾഡ്സ് വാട്ടർ, വാട്ടർ പിടിച്ചു നിർത്തുന്നുണ്ട് സോയിൽ. നെക്സ്റ്റ് സോയിൽ ഗീവ്സ് അസ് ഫുഡ്, അപ്പോൾ നമുക്ക് ഫുഡ് ലഭിക്കുന്നത് സോയിലിൽ നിന്നാണല്ലേ. സോയിൽ അതിനൊരു ഘടകമാണ്. സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ, സോയിൽ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമുക്ക് സോയിലിൽ നിന്ന് ലഭിക്കുന്നത്. വേറെയും കുറേ ഉണ്ട്, അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന 2 എണ്ണം അവിടെ എഴുതിയാൽ മതി കേട്ടോ. ഞാനിവിടെ 4 എണ്ണം തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ. സോയിൽ കൺസർവേഷൻ അതായത് സോയിലിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ നല്ല പിക്ചറൊക്കെ വരച്ചിട്ട് നല്ല രീതിയിൽ കളറൊക്കെ കൊടുത്തിട്ട് ക്രിയേറ്റീവായിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കണം. അതുപോലെ അതിൽ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കൺസേർവ് ദ സോയിൽ, പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കുക എന്നിട്ട് സോയിലിനെ നമ്മൾ കൺസേർവ് ചെയ്യുക. ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു ദ സറൗണ്ടിങ്സ്, സറൗണ്ടിങ്സിലൊന്നും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇടാതിരിക്കുക. കീപ് സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഫ്രഷ്, സറൗണ്ടിങ്സിനെ അതായത് നമുക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ ക്ലീനും ഫ്രഷുമായിട്ട് സംരക്ഷിക്കുക, അതിനെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കതിൽ എഴുതാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ കോട്ടുകളൊക്കെ എഴുതിയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്ററാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത്. ആക്ടിവിറ്റി 3 വെറൈറ്റീസ് ഓഫ് ഫുഡ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമുക്ക് താഴെ ആ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബീൻസ്, ടാപ്പിയോക്ക, പപ്പായ, എഗ്, മുരിങ്ങ ലീഫ്, മിൽക്ക്, മാംഗോ, വീറ്റ്, യാം, പംകിൻ, കോൺ, ബംഗാൾ ഗ്രാം ആൻഡ് ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്കതിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫുഡ് ഐറ്റംസ് ഗിവൺ എബോവ്. അപ്പോൾ നമുക്ക് മേലെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ ബേസിൽ നമ്മളോട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ള ബോക്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾസിൻ്റെയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഫുഡ് ഐറ്റംസിൽ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. വെജിറ്റബിൾസ് ബീൻസ്, മുരിങ്ങ ലീഫ് ആൻഡ് പംകിൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമുക്ക് മാംഗോ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മാംഗോ വരുന്നത് ഏത് കാറ്റഗറിയിലാണ് കൂട്ടുകാരെ? നമുക്കറിയാം ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ മേലെ ഫ്രൂട്ട്സ് എന്ന് എഴുതി കൊടുക്കണം. മറ്റ് 2 ഫ്രൂട്ടുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, പപ്പായ ആൻഡ് ജാക്ക് ഫ്രൂട്ട്. നെക്സ്റ്റ് സെറിയൽസ് ആണ് തന്നിട്ടുള്ളത്. സെറിയൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ റൈസ് ആൻഡ് വീറ്റ് ആണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ബംഗാൾ ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ബംഗാൾ ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? കടലയാണ് കേട്ടോ. അപ്പോൾ കടലയൊക്കെ പൾസസ് ആണ്. അപ്പോൾ പൾസസിൽ വേറൊരു ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് കോൺ ആണ്. അപ്പോൾ പൾസസ് കോൺ എന്ന് നമ്മളവിടെ എഴുതി കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ട്യൂബേഴ്സ് ആണ് തന്നിട്ടുള്ളത്, കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ട് നമുക്കിവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്, ടാപ്പിയോക്ക ആൻഡ് യാം. ഫുഡ് ഫ്രം എനിമൽസ്, നെക്സ്റ്റ് നമ്മളോട് എഴുതാൻ പറ്റുള്ളത് എനിമൽസിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അത് എഗ് ആൻഡ് മിൽക്കാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസിൽ നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സെറിയൽസ്, പൾസസ്, ട്യൂബേഴ്സ് ആൻഡ് ഫുഡ് ഫ്രം എനിമൽസ് ഇതുപോലെയാണ് നമ്മൾ തരംതിരിക്കേണ്ടത്.
നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ സം സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനെയും ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ. എല്ലാ ദിവസവും സെയിം കൈൻഡ് ഫുഡ് നമ്മൾ കഴിക്കണം എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, വി ഷുഡ് ഡ്രിങ്ക് 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. ഓരോ ദിവസവും നമ്മൾ 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ കുടിക്കണം എന്നാണ് പറയുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈറ്റിംഗ് ലോഡ്സ് ഓഫ് ഓയിലി ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഒരുപാട് ഓയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ 4th സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്. അപ്പോൾ എന്താണ്, കുക്ക് ചെയ്യുന്ന ഫുഡും അൺകുക്ക്ഡ് ചെയ്യുന്ന ഫുഡും ഉണ്ട് എന്നാണ് 4th സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഓപ്ഷൻ 1 and 2, ബി ഓപ്ഷൻ 2 and 4, സി ഓപ്ഷൻ 3 and 4 ആൻഡ് ഡി ഓപ്ഷൻ 1 and 4. അപ്പോൾ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2 and 4. അതായത് 2 സ്റ്റേറ്റ്മെൻറ്റും 4 സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. വി ഷുഡ് ഡ്രിങ്ക് 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. 4th സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്. അപ്പോൾ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ്. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അല്ലേ. പുട്ട്, കടല, കറി, സാലഡ്, മിൽക്ക്. അപ്പോൾ അതാണ് അപ്പു രാവിലെ കഴിച്ചിട്ടുള്ള ഭക്ഷണം. ആകാശ് എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളതെന്ന് നോക്കാം. പൊറോട്ട ആൻഡ് ഫ്രൈഡ് ചിക്കൻ ആണ്. അതിലെ എ ക്വസ്റ്റ്യൻ, അപ്പു ആൻഡ് ആകാശ് ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫുഡ് ദേ എയ്റ്റ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ അപ്പുവും ആകാശും സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്നറിയോ? അവർ രാവിലെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ്. അപ്പോൾ താഴെ നമുക്ക് തന്നിട്ടുള്ള ഡിഷസ് ഒക്കെ മേക്ക് ചെയ്യാൻ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് എഴുതിയിട്ട് നമ്മളോട് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഷസിൻ്റെ പേര് തന്നിട്ടുണ്ട്, ഫുഡ് ഐറ്റംസ് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പുട്ടാണ് തന്നിട്ടുള്ളത്. പുട്ടുണ്ടാക്കാനായിട്ട് റൈസ് ഫ്ലോർ, പിന്നെ കോക്കനട്ട്, വാട്ടർ ആൻഡ് സാൾട്ട് ആണ് വേണ്ടത്. കടലക്കറി, ബംഗാൾ ഗ്രാം എന്ന് പറഞ്ഞാൽ കടല കറി ഉണ്ടാക്കുന്ന ഒരു കടലയില്ലേ, അതിനാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് ബംഗാൾ ഗ്രാം, പിന്നെ ഓണിയൻ, ടൊമാറ്റോ, കോക്കനട്ട് ആൻഡ് സ്പൈസസ്. ഇത്രയും കാര്യങ്ങളാണ് കടലക്കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. സാലഡ് ഉണ്ടാക്കാൻ കുക്കമ്പർ, ടൊമാറ്റോ, ക്യാരറ്റ്, സാൾട്ട് ആൻഡ് ലെമൺ. പൊറോട്ട ഉണ്ടാക്കാൻ മൈദ, വാട്ടർ, സാൾട്ട്, ഓയിൽ ഓർ ഗീ. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ ചിക്കൻ, ഫ്ലോർ, സ്പൈസസ്, ഓയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡിഷസ് ഉണ്ടാക്കാനായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ, ഹൂ ഈറ്റ്സ് ദ ഹെൽത്തി ഫുഡ്, അപ്പു ഓർ ആകാശ്. ആകാശാണോ അപ്പു ആണോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. നമ്മുടെ ഒപ്പീനിയൻ താഴെ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു സ്പേസ് തന്നിട്ടുണ്ട് അല്ലേ. ആൻസർ ഈസ്, അപ്പു ഈറ്റ്സ് ഹെൽത്തി ഫുഡ് ബിക്കോസ് ഹീ ഈറ്റ്സ് പുട്ട്, കടലക്കറി, സാലഡ് ആൻഡ് മിൽക്ക്. അപ്പോൾ എന്താണ്, അപ്പു ആണല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുള്ളത്. കാരണം അപ്പു കഴിച്ചിട്ടുള്ളത് പുട്ട്, കടലക്കറി, സാലഡും മിൽക്കും ആണ്. ദീസ് ആർ healthy foods because they give us energy, protein, vitamins and make our body strong. അപ്പോൾ എന്താണ്, ഈ ഫുഡൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. കാരണം ഈ ഫുഡൊക്കെയാണ് നമുക്ക് എനർജിയും പ്രോട്ടീനും വിറ്റമിൻസും ഒക്കെ നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഫുഡ് തന്നെയാണ് നമ്മുടെ ബോഡിയെ സ്ട്രോങ് ആക്കി നിർത്തുന്നത്. അതുകൊണ്ടാണ് അപ്പു കഴിച്ച ഫുഡാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ക്ലീൻ സറൗണ്ടിങ്സ്. Below are the pictures of waste materials collected by children while cleaning the school surroundings on ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ട് സ്കൂളിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അവിടെ താഴെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ബോട്ടിൽസ് നൽകിയിട്ടുണ്ട്, ബനാന പീൽ നൽകിയിട്ടുണ്ട്, ഫുഡ് വേസ്റ്റ് നൽകിയിട്ടുണ്ട്, അതുപോലെ ഡാമേജ്ഡ് ബാറ്ററീസ്, പ്ലാസ്റ്റിക് കവേഴ്സ്, ഡാമേജ്ഡ് കീബോർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ, ലേബൽ ദ ബിൻസ് ആൻഡ് സോർട്ട് ദ വേസ്റ്റ് മെറ്റീരിയൽ സ്യൂട്ടബ്ലി. അപ്പോൾ നമ്മളോട് 3 വേസ്റ്റ് ബിൻസ് തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ലേബൽ ചെയ്യാനും അതുപോലെ നമുക്ക് തന്നിട്ടുള്ള വേസ്റ്റുകളെ സോർട്ട് ചെയ്തിട്ട് ഓരോ വേസ്റ്റ് ബിന്നിലേക്കുള്ളത് മാറ്റാനുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഫസ്റ്റ് ബോക്സിൽ നമുക്ക് ബനാന പീൽ എന്ന് തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ അത് ഓർഗാനിക് വേസ്റ്റിൽ പെടുന്നതാണ് ബനാന പീൽ. അപ്പോൾ നമ്മൾ മേലെ ഓർഗാനിക് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിട്ട് എഴുതണം കേട്ടോ. നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു വേസ്റ്റും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, ഫുഡ് വേസ്റ്റ് ഓർഗാനിക് വേസ്റ്റിൽ പെടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഏത് വിനിൽക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം അല്ലേ, ഇനോർഗാനിക് വേസ്റ്റിൽ പെടുന്നതാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനോർഗാനിക് വേസ്റ്റ് എന്ന് നമ്മൾ ആ ഒരു വേസ്റ്റ് ബിന്നിന്മേൽ ലേബൽ ചെയ്യണം. അതുപോലെ തന്നെ അതിൽ വേറെ ഒരെണ്ണം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് കവേഴ്സ്. പ്ലാസ്റ്റിക് കവേഴ്സും പ്ലാസ്റ്റിക് ബോട്ടിൽസും ഒക്കെ ഇനോർഗാനിക് വേസ്റ്റ് ആണ്. നെക്സ്റ്റ് ഹസാർഡിയസ് വേസ്റ്റ് എന്ന് നമുക്ക് ഓൾറെഡി ലേബൽ ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരു ബിന്ന്. എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് വരിക? ഹസാർഡിയസ് വേസ്റ്റിൽ വരുന്നതാണ് ഡാമേജ്ഡ് ബാറ്ററീസും ഡാമേജ്ഡ് കീബോർഡും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റിനെ സ്യൂട്ടബിളായിട്ട് സോർട്ട് ചെയ്തിട്ട് ഓരോ ബിന്നിലേക്ക് മാറ്റേണ്ടത്. അതിലെ ബി ക്വസ്റ്റ്യൻ, പുട്ട് ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ക്ലീൻ സറൗണ്ടിങ്സ്. ക്ലീൻ സറൗണ്ടിങ്സിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ ടിക്ക് ഇടാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിലേതാണ് ക്ലീൻ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്, വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്, പ്ലാസ്റ്റിക് വെയിറ്റ് ഈസ് സ്കാറ്റേർഡ് അറൗണ്ട്, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് നേരെയാണ് കൂട്ടുകാർ ടിക്ക് ഇടേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, വാട്ടർ ആൻഡ് സോയിൽ, വെള്ളവും മണ്ണും. അതിൽ എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് വിത്ത് ദ യൂസസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ യൂസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് മാപ്പാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ടല്ലേ, എനിമൽസ് ബാത്ത് ഇൻ വാട്ടർ. അപ്പോൾ എന്താണ്, മൃഗങ്ങളൊക്കെ വാട്ടറിലാണ് കുളിക്കുന്നത്. നെക്സ്റ്റ് ഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ഡ്രിങ്കിങ്, കുടിക്കാനായിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ക്ലീനിങ് പർപ്പസസിനൊക്കെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ എഴുതണമെന്നില്ല, കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് എഴുതിയാലും മതി കേട്ടോ. വാട്ടറിൻ്റെ യൂസസ് ആണ് എഴുതേണ്ടത്, അത് ഏത് യൂസ് വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, ദിഷ കളക്റ്റഡ് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ ഫ്രം ഹെർ ഗാർഡൻ. അപ്പോൾ എന്താണ്, ദിശ അവളുടെ ഗാർഡനിൽ നിന്നും സോയിലിൻ്റെ, അതായത് മണ്ണിൻ്റെ ഇങ്ങനെ നനവ് ഇല്ലാത്ത കട്ടകൾ ഉണ്ടാവില്ലേ, ഡ്രൈഡ് ആയിട്ടുള്ള കട്ടകൾ, അത് കുറച്ച് കളക്ട് ചെയ്തു. ബബിൾസ് കെയിം ഔട്ട് വെൻ ഷീ പുട്ട് ഇറ്റ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള സോയിൽ ഇട്ടപ്പോൾ അതിൽ നിന്ന് എന്ത് വന്നു? ബബിൾസ് വന്നു അല്ലേ. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ടെക്സ്റ്റിലുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ ഇതുപോലെയുള്ള 2-3 എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ അതിൻ്റെ കാരണങ്ങളും ആ എക്സ്പെരിമെൻറ്റ്സും എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ബബിൾസ് കെയിം ഔട്ട് ബിക്കോസ് എയർ വാസ് ട്രാപ്പഡ് ഇൻസൈഡ് ദ സോയിൽ. അപ്പോൾ ബബിൾസ് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു സോയിലിൻ്റെ ഉള്ളിൽ എയർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സോയിലിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ബിലോ സോയിൽ ടൈപ്സ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മോഡൽസ്. അപ്പോൾ നമ്മൾ മോഡൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സോയിൽ ഏത് ടൈപ്പ് സോയിലാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ടൈപ്പ് സോയിൽ തന്നിട്ടുണ്ട്, ക്ലേ ആൻഡ് സാൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഈസ് ക്ലേ. അപ്പോൾ ക്ലേ സോയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡലൊക്കെ മേക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 1 മുതൽ ആക്ടിവിറ്റി 6 വരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മലയാളം മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് മലയാളം മീഡിയം കൂട്ടുകാർ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസ് നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകുക. എല്ലാ കൂട്ടുകാർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.